ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ഇൻസൈറ്റ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേരള PSC 2021 ജനുവരി 4-ാം തീയതി നടത്തിയ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ഇൻ ഹെൽത്ത് സർവീസസ് എന്ന എക്സാമിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീയാണ്. ചോദ്യങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, ഇൻ വിച്ച് തിയറി ഈസ് ദ ആസിഡ് ആൻഡ് ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റർ ആൻഡ് ബേസ് ആൻഡ് ഇലക്ട്രോൺ പെയർ ഡോണർ? ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. ലൂയിസ് കൺസെപ്റ്റ് ആണ് ശരി ഉത്തരം. ഓപ്ഷൻ ബി ലൂയിസ് കൺസെപ്റ്റ് ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. രണ്ടാമത്തെ ചോദ്യം, മ്യൂറിയാറ്റിക് ആസിഡ് ഈസ് ദ സിനോണിം ഓഫ്? ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ സിനോണിമാണ് മ്യൂറിയാറ്റിക് ആസിഡ്. മൂന്നാമത്തെ ചോദ്യം, 2% ഓഫ് W/V അയോഡിൻ ആൻഡ് 2.5% ഓഫ് W/V പൊട്ടാസ്യം അയഡൈഡ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. വീക്ക് അയഡിൻ സൊല്യൂഷൻ. ഓപ്ഷൻ സി വീക്ക് അയഡിൻ സൊല്യൂഷൻ. അടുത്ത ചോദ്യം, astringent compound exhibit the following properties except? ഓപ്ഷൻസ് styptic, anti-inflammatory, anti-perspirant, anti-tussive. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ആൻറ്റി-ട്യൂസീവ്. അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യമാണ്, ഫ്ലവർ ഓഫ് ദ സൾഫർ ഈസ് ദ സിനോണിം ഓഫ്? ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, സബ്ലിംഡ് സൾഫർ. ഓപ്ഷൻ എ സബ്ലിംഡ് സൾഫർ. ആറാമത്തെ ചോദ്യം, ക്ലോറിൻ റിയാക്ട് വിത്ത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ടു പ്രൊഡ്യൂസ്? ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, ക്ലോറിനേറ്റഡ് ലൈം. ഓപ്ഷൻ ബി ക്ലോറിനേറ്റഡ് ലൈം. ഏഴാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് യൂസ്ഡ് ആസ് ആൻ എക്സ്പെക്ടോറൻറ്റ്? ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സോഡിയം നൈട്രേറ്റ്. ഓപ്ഷൻ ഡി സോഡിയം നൈട്രേറ്റ് ആണ് ശരി ഉത്തരം. എട്ടാമത്തെ ചോദ്യം, ഇൻ ദ അസേ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ് ദ ഇൻഡിക്കേറ്റർ യൂസ്ഡ് ഈസ്? ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഇൻ ദ അസേ ഓഫ് ദ ഹൈഡ്രജൻ പെറോക്സൈഡ് ദ ഇൻഡിക്കേറ്റർ യൂസ്ഡ് ഈസ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അടുത്ത ചോദ്യം, ഒമ്പതാമത്തെ ചോദ്യമാണ്, the drugs that help in removing the sputum from respiratory tract either by increasing the fluidity of the sputum or increasing the volume of the fluid that have to be expelled from the respiratory tract? ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, എക്സ്പെക്ടോറൻറ്റ്. ഓപ്ഷൻ ബി എക്സ്പെക്ടോറൻറ്റ്. പത്താമത്തെ ചോദ്യം, the assay of the calcium gluconate is conducted by which titration method? ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, ഡയറക്റ്റ് കോംപ്ലക്സോമെട്രിക് മെത്തേഡ്. ഡയറക്റ്റ് കോംപ്ലക്സോമെട്രിക് മെത്തേഡാണ് ശരി ഉത്തരം. അടുത്തത് 11ാമത്തെ ചോദ്യമാണ്, ദ സ്റ്റെറിലൈസേഷൻ ടെക്നിക്ക് ഇൻ വിച്ച് ദ ഫൈനൽ കണ്ടെയ്നർ ഈസ് ഹീറ്റഡ് അറ്റ് 80% degree for 1 hour on each of 3 successive days? ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, ടിൻഡലൈസേഷൻ. ഓപ്ഷൻ എ ടിൻഡലൈസേഷൻ ആണ് ശരി ഉത്തരം. 12ാമത്തെ ചോദ്യം നോക്കാം, അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കളർ ഓൺ എ കളേർഡ് ടാബ്ലറ്റ് ഈസ് നോൺ ആസ്? ആൻസർ ഓപ്ഷൻ സി ആണ്, മോട്ട്ലിംഗ്. മോട്ട്ലിംഗ് ആണ് ശരി ഉത്തരം. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, ഇൻ ഹോട്ട് എയർ ഓവൻ ദ ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം സോഴ്സ് ടു ദ ആർട്ടിക്കിൾ ബൈ? ശരി ഉത്തരം ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോവ് ആണ്. അപ്പോൾ ഏതൊക്കെ വരുന്നുണ്ട്? കണ്ടക്ഷൻ വരുന്നുണ്ട്, കൺവെക്ഷൻ വരുന്നുണ്ട്, റേഡിയേഷൻ വരുന്നുണ്ട്. ഇത് മൂന്നും ഹീറ്റ് ട്രാൻസ്ഫർ മെത്തേഡുകളാണ്. 14ാമത്തെ ചോദ്യം, ദ ഫോളോയിങ് കോമ്പൗണ്ട് ആർ യൂസ്ഡ് ആസ് ബൈൻഡേഴ്സ് ആൻഡ് അഡ്ഹസീവ് എക്സെപ്റ്റ്? ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, സ്റ്റിയറിക് ആസിഡ്. ഓപ്ഷൻ സി
സ്റ്റിയറിക് ആസിഡാണ് ശരി ഉത്തരം. 15ാമത്തെ ചോദ്യം. ക്യാപ്സ്യൂൾ ദാറ്റ് ഡു നോട്ട് ഡിസിൻറ്റഗ്രേറ്റ് ഇൻ ദ സ്റ്റൊമക്ക് ബട്ട് ബ്രേക്കപ്പ് ഇൻ ദ ഇൻറ്റസ്റ്റൈൻ ആർ നോൺ ആസ്. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, എൻഡറിക് കോട്ടഡ് ക്യാപ്സ്യൂൾ. എൻഡറിക് കോട്ടഡ് ക്യാപ്സ്യൂൾ ആണ് ശരി ഉത്തരം. 16ാമത്തെ ചോദ്യം. ഓൾ ദ ഗ്യാസസ് ഗിവൺ ബിലോ ആർ യൂസ്ഡ് ഫോർ ഗേഷ്യസ് സ്റ്റെറിലൈസേഷൻ എക്സെപ്റ്റ്. ആൻസർ ഓപ്ഷൻ സി ആണ്, നൈട്രസ് ഓക്സൈഡ്. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഹൈഗ്രോസ്കോപ്പിക് ഓർ യൂട്ടറ്റിക് സബ്സ്റ്റൻസ് ദാറ്റ് ക്യാൻ ബി ഫിൽഡ് ഇൻ ടു ദ ഹാർഡ് ജലാറ്റിൻ ക്യാപ്സ്യൂൾ ആസ് അഡ്സോർബൻറ്റ് ആർ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോ ആണ് ആൻസർ. അപ്പോൾ ഏതൊക്കെയാണ് ഓപ്ഷൻസ്? ഓക്സൈഡ്സ് ഓഫ് മാഗ്നീഷ്യം, കാർബണേറ്റ് ഓഫ് കാൽസ്യം ആൻഡ് കാവോലിൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 18ാമത്തെ ചോദ്യം. ഇൻ ഹാർഡ് ജലാറ്റിൻ ക്യാപ്സ്യൂൾ ദ അപ്രോക്സിമേറ്റ് കപ്പാസിറ്റി ഇൻ ദ mg ഓഫ് ക്യാപ്സ്യൂൾ നമ്പർ 0 ഈസ്. ആൻസർ ഓപ്ഷൻ സി ആണ്, 450. 19ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് യൂസ്ഡ് ആസ് എ എൻഡറിക് കോട്ടിംഗ് മെറ്റീരിയൽസ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ജലാറ്റിൻ സൊല്യൂഷൻ. ഓപ്ഷൻ ബി ജലാറ്റിൻ സൊല്യൂഷൻ ആണ് ശരി ഉത്തരം. 20ാമത്തെ ചോദ്യം. ഇൻ സ്റ്റെറിലൈസേഷൻ ദ ടൈം റിക്വയർഡ് അറ്റ് എ ഗിവൺ കണ്ടീഷൻ to achieve log reduction that is to kill 90% of the organism is called. Answer option A ആണ്, D value. 21ാമത്തെ ചോദ്യം നോക്കാം. Irregular lumps in which modular masses are embedded is the microscopic character of. ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സൻസിബാർ അലോയ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി, സൻസിബാർ അലോയ്. 22ാമത്തെ ചോദ്യം. പർഗേറ്റീവ് ആക്ഷൻ ഓഫ് ദി അലോയ് ഈസ് ഡ്യൂ ടു. 22 ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ ബി അലോസിൻ. അലോസിൻ ആണ് ശരി ഉത്തരം. 23ാമത്തെ ചോദ്യം നോക്കാം. ലീഗൽ ടെസ്റ്റ് ഈസ് ദ ഐഡൻറ്റിഫിക്കേഷൻ ടെസ്റ്റ് ഫോർ. 23 ഡിജിറ്റലൈസ് ആണ് ശരി ഉത്തരം, ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 24ാമത്തെ ചോദ്യം. സാഫ്രോൾ ഈസ് ദ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പ്രസൻറ്റ് ഇൻ. ആൻസർ ഓപ്ഷൻ ബി, നട്ട്മെഗ് ആണ് ശരി ഉത്തരം, ഓപ്ഷൻ ബി നട്ട്മെഗ്. അടുത്തത് 25ാമത്തെ ചോദ്യം. കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഓഫ് നെക്സ് വോമിക്ക വിച്ച് ഈസ് എ ഡോഗ് പോയിസൺ. 25ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ബ്രുസൈൻ. ബ്രുസൈൻ ആണ് ശരി ഉത്തരം. 26ാമത്തെ ചോദ്യം. ഹിഡിനോകാർപ്പസ് ഓയിൽ ഈസ് ദ സിനോണിം ഓഫ്. ഹിഡിനോകാർപ്പസ് ഓയിൽ ഈസ് ദ സിനോണിം ഓഫ് ഓപ്ഷൻ എ, ചോൾമുഗ്ര ഓയിൽ. ഓപ്ഷൻ എ ചോൾമുഗ്ര ഓയിലാണ് ശരി ഉത്തരം. 27ാമത്തെ ചോദ്യം നോക്കാം. ദ വാട്ടർ സൊല്യൂബിൾ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഓഫ് എർഗോട്ട് ഈസ്. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, എർഗോമെട്രൈൻ. എർഗോമെട്രൈൻ ആണ് ശരി ഉത്തരമായിട്ട് വരേണ്ടത്. 28ാമത്തെ ചോദ്യം. അസാഡിറാച്ചിൻ ഈസ് ദ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പ്രസൻറ്റ് ഇൻ നീം ആക്ടാസ്. 28 ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇൻസെക്റ്റ് റിപ്പല്ലൻ്റ്. ശരി ഉത്തരം ഓപ്ഷൻ ബി, ഇൻസെക്റ്റ് റിപ്പല്ലൻ്റ്. 29ാമത്തെ ചോദ്യം. വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ചീസ് മാനുഫാക്ചറിങ് ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫ് റെനിൻ. 29ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, പെപ്പൈൻ ആണ് ശരി ഉത്തരം. 30ാമത്തെ ചോദ്യം നോക്കാം. വിറ്റാമിൻ എ ക്യാൻ ബി സിന്തസൈസ്ഡ് ഫ്രം. വിറ്റാമിൻ എ എന്തിൽ നിന്നാണ് സിന്തസൈസ് ചെയ്തെടുക്കുന്നത്? ലെമൺ ഗ്രാസ് ഓയിലാണ് ശരി ഉത്തരം, ഓപ്ഷൻ ബി ലെമൺ ഗ്രാസ് ഓയിൽ. 31ാമത്തെ ചോദ്യം. കൊളാസിൻ ഓഫ് ദ ഡിസ്പേസ്ഡ് ഗ്ലോബുലസ് ആൻഡ് സെപ്പറേഷൻ ഓഫ് ദ ഡിസ്പേസ് ആസ് എ സെപ്പറേറ്റ് ലെയർ ഇൻ ആൻ എമൽഷൻ ഈസ് കോൾഡ്. 31 ആൻസർ ഓപ്ഷൻ എ ആണ്,
ക്രാക്കിംഗ്. 32ാമത് ചോദ്യം, ആൻ എക്സാമ്പിൾ ഓഫ് ദ ഓയിൻമെൻറ്റ് പ്രിപ്പയർഡ് ബൈ ദ കെമിക്കൽ റിയാക്ഷൻ മെത്തേഡ്. ആൻസർ 32ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, സ്ട്രോങ് അയഡിൻ ഓയിൻമെൻറ്റ്. 33ാമത് ചോദ്യം, അബ്രസീവ് ഏജൻറ്റ് യൂസ്ഡ് ഇൻ ഡെൻറ്റിഫ്രൈസസ്. 33 ആൻസർ ഓപ്ഷൻ ബി ആണ്, കാൽസ്യം കാർബണേറ്റ് ആണ് ശരി ഉത്തരം. 34ാമത് ചോദ്യം, ആൻറ്റി ഓക്സിഡൻറ്റ് യൂസ്ഡ് ഇൻ ലിപ്സ്റ്റിക്സ്. ആൻറ്റി ഓക്സിഡൻറ്റ് യൂസ്ഡ് ഇൻ ലിപ്സ്റ്റിക്സ് ആൻസർ ഓപ്ഷൻ സി ആണ്, ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി ടൊളുവിൻ ആണ് ശരി ഉത്തരം. 35ാമത് ചോദ്യം, നോൺ അക്വസ് ഓയിലി വെഹിക്കിൾ യൂസ്ഡ് ഇൻ പാരൻട്രൽ ഡിപ്പോട്ട് ഫോർമുലേഷൻസ്. 35ാമത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, അരാക്കിസ് ഓയിൽ. 36ാമത് ക്വസ്റ്റ്യൻ നോക്കാം, ടെസ്റ്റ് വിച്ച് ഈസ് യൂസ്ഡ് ടു എൻഷുവർ പാരൻറ്റൽ പ്രോഡക്റ്റ് ഈസ് ഫ്രീ ഫ്രം ഫോറിൻ പാർട്ടിക്കിൾസ്. 36ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ക്ലാരിറ്റി ടെസ്റ്റ്. 37ാമത് ചോദ്യം, പേഴ്സൻറ്റേജ് ഓഫ് W/B ഓഫ് ബെൻസാൽക്കോണിയം ക്ലോറൈഡ് ഇൻ ദ ഐ ഡ്രോപ്പ് യൂസ്ഡ് ആസ് എ പ്രിസർവേറ്റീവ്. 37 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 0.01. 38ാമത് ചോദ്യം, ഹെയർ റിമൂവ്ഡ് ബൈ ദ കെമിക്കൽ മെത്തേഡ് ഈസ് നോൺ ആസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡെപ്പിലേഷൻ. 39ാമത് ചോദ്യം നോക്കാം, വിച്ച് ഈസ് ദ പൈറോജൻ ടെസ്റ്റ് ഫോർ പാരൻട്രൽ പ്രോഡക്റ്റ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ലിമിലസ് ആമോബ്യൂസൈറ്റ് ലിയാസേറ്റ് ടെസ്റ്റ്. അടുത്തത് 40ാമത്തെ ചോദ്യമാണ്, ലിയോഫിലൈസേഷൻ ഈസ് ദ അതർ നെയിം ഓഫ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫ്രീസ് ഡ്രൈയിങ്. 41ാമത് ചോദ്യം, ദ കെമിക്കൽ നേച്ചർ ഓഫ് ദി ആൻറ്റിനോപ്ലാസ്റ്റിക് ഡ്രഗ് സിസ്പ്ലാറ്റിൻ ഈസ്. 41ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, സിസ് ഡയാമിൻ ഡൈക്ലോറോ പ്ലാറ്റിനം 2. 42ാമത് ചോദ്യം, ദ മെക്കാനിസം ഓഫ് ദി ആക്ഷൻ ഓഫ് ദി എഥാക്രിനിക് ആസിഡ് ആസ് എ ലൂപ്പ് ഡയൂററ്റിക് ഈസ് ഡ്യൂ ടു. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ദ പ്രസൻസ് ഓഫ് ദി alpha-1b unsaturated ketone forming covalent bond with sulfihydryl groups. 43ാമത് ചോദ്യം, ഐഡൻറ്റിഫൈ ദ ആൻറ്റി പാർക്കിൻസോണിയൻ ഡ്രഗ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ബൈപ്പെരിഡൻ ആണ് ആൻറ്റി പാർക്കിൻസോണിയൻ ഡ്രഗ്. 44ാമത് ചോദ്യം, ഐഡൻറ്റിഫൈ ദ ആൻറ്റിഡോട്ട് ഫോർ കോളിനെസ്റ്റെറേറ്റ് ഇൻഹിബിറ്റേഴ്സ്. 44ാമത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, പ്രാലിഡോക്സൈം. അതാണ് ശരി ഉത്തരം. അടുത്തത് IUPAC 45ാമത് ചോദ്യം, IUPAC നെയിം ഫോർ ദി സാൽബ്യൂട്ടാമോൾ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 4,2-tertibutyl amino 1-hydroxyl ethi 2-hydroxy മെഥിൽ ഫീനോൾ. 45ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്തത് 46ാമത് ചോദ്യമാണ്, ഹാലോപെരിഡോൾ എ ട്രാങ്കുലൈസർ ബിലോങ് ടു വിച്ച് ക്ലാസ് ഓഫ് ദി ഡ്രഗ്സ്. 46ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ബ്യൂട്ടിറോഫിനോൺ. അടുത്ത ചോദ്യം 47ാമത്തെ ചോദ്യമാണ്, പെൻസിലിൻ വി ഈസ് ഓൾസോ നോൺ ആസ്. 47 ആൻസർ ഓപ്ഷൻ ഡി, ഫീനോക്സി മെഥിൽ പെൻസിലിൻ ആണ് ശരി ഉത്തരം. 48ാമത് ചോദ്യം, ഐഡൻറ്റിഫൈ ആൻ ആൻറ്റി ബെർക്യുലർ ഡ്രഗ് വിച്ച് ഈസ് കെമിക്കലി ആൻ ആലിഫാറ്റിക് ഡയമീൻ. 48ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, എഥാംബ്യൂട്ടോൾ.
49 ചോദ്യം. ദ ആൻറ്റിബയോട്ടിക് ഒബ്റ്റൈൻഡ് ഫ്രം സ്ട്രെപ്റ്റോമൈസസ് വെനിസുലേ. 49 ആൻസർ ഓപ്ഷൻ എ ആണ്, ക്ലോറാംഫെനിക്കോൾ. ക്ലോറാംഫെനിക്കോൾ ആണ് ശരി ഉത്തരം. അടുത്തത് 50 ചോദ്യമാണ്. കോട്രിമോക്സ് ആസോൾ കണ്ടെയ്ൻ 2 ആൻറ്റിബയോട്ടിക്. വാട്ട് ആർ ദേ? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സൾഫാമെഥോക്സി ആസോൾ ആൻഡ് ട്രൈമെഥോപ്രിം. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 51 ചോദ്യം നോക്കാം. ഐഡൻറ്റിഫൈ ദ ബാർബിറ്റ്യൂറേറ്റ് യൂസ്ഡ് ആസ് ജനറൽ ആനസ്തെറ്റിക്. 51 ഐഡൻറ്റിഫൈ ദി ബാർബിറ്റ്യൂറേറ്റ് യൂസ്ഡ് ആസ് എ ജനറൽ ആനസ്തെറ്റിക്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, മീതോ ഹെക്സിറ്റാൾ ആണ് ശരി ഉത്തരം. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 52 ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് യൂസ്ഡ് ഇൻ ഒബ്സ്ട്രിക്കൽ പെയിൻ? ഒബ്സ്റ്ററിക്കൽ പെയിൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് യൂസ്ഡ് ഇൻ ഒബ്സ്റ്ററിക്കൽ പെയിൻ? 52ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, പെതിഡിൻ ഹൈഡ്രോക്ലോറൈഡ്. പെതിഡിൻ ഹൈഡ്രോക്ലോറൈഡ് ആണ് ശരി ഉത്തരം. 53 ചോദ്യം. ഐഡൻറ്റിഫൈ ദ മെത്തേഡ് ഫോർ മെറ്റാബോളിസം ഓഫ് സാലിസിലേറ്റ് ഇൻ അവർ ബോഡി. 53ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, കോൺജുഗേഷൻ വിത്ത് ഗ്ലൂക്രോണിക് ആസിഡ്. അടുത്തത് 54 ചോദ്യം. ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ട്രിജെമിനൽ ന്യൂറാൾജിയ. 54ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, കാർബാംസിപ്പൈൻ ആണ് ശരി ഉത്തരം. കാർബാംസിപ്പൈൻ. 55 ചോദ്യം. ദീസ് കോമ്പൗണ്ട് ഇൻഹിബിറ്റ് ദ റീഅപ്ടേക്ക് ഓഫ് നോർപൈൻഫ്രൈൻ ആൻഡ് സെറോട്ടോണിൻ ഇൻറ്റു ആൻഡ്രിജനിക് ന്യൂറോൺ. വാട്ട് ആർ ദേ? ആൻസർ വരുന്നത് 55ൻ്റെത് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരമായിട്ട് വരേണ്ടത്, ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻറ്റ്. 56 ചോദ്യം നോക്കാം. ഡ്രഗ് യൂസ്ഡ് ഇൻ ഡയഗ്നോസിസ് ഓഫ് മയസ്തനേഷ്യ ഗ്രാവിസ്. 56 ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, എൻഡ്രോഫോണിയം. 57 ചോദ്യം നോക്കാം. ഐഡൻറ്റിഫൈ ദ കാൽസ്യം ചാനൽ ബ്ലോക്കർ. 57 ആൻസർ ഓപ്ഷൻ എ ആണ്, വെറാപാമിൽ. 58 ചോദ്യം. ലൂപ്പ് ഡയൂററ്റിക് ആക്ടാസ്. 58ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ഇൻഹിബിറ്റേഴ്സ് ഓഫ് Na+K+2Cl- കോൺ ട്രാൻസ്പോർട്ട് ആണ് ശരി ഉത്തരം. 59 ചോദ്യം നോക്കാം. ദ ഫോളോവിങ് ഈസ് നോട്ട് ആൻ ആൻറ്റി ഫംഗൽ ഡ്രഗ്. 59 ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി ആണ്, നിയോമൈസിൻ ആണ് ശരി ഉത്തരമായിട്ട് വരേണ്ടത്. 60 ചോദ്യം. ഓറൽ ഹൈപ്പോഗ്ലിസെമിക് ഏജൻറ്റ് കോസിങ് ലാക്റ്റിക് ആസിഡോസിസ് ആസ് മോസ്റ്റ് സീരിയസ് കോംപ്ലിക്കേഷൻ. 60 ആൻസർ വരേണ്ടത് ഫെൻഫോർമിൻ ആണ്. ഫെൻഫോർമിൻ ആണ് ശരി ഉത്തരമായിട്ട് വരേണ്ടത്. 61 ചോദ്യം. ഷെഡ്യൂൾ M1 ഡീൽ വിത്ത് ദ റിക്വയർമെൻറ്റ് ഓഫ് എ ഫാക്ടറി പ്രെമിസസ് ഫോർ ദ മാനുഫാക്ചറിങ് ഓഫ്. 61ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ഹോമിയോപ്പതിക്ക് പ്രിപ്പറേഷൻസ്. 62 ചോദ്യം. എ ലൈസൻസ് ടു സെൽ സ്റ്റോക്ക് ആൻഡ് എക്സിബിറ്റ് ഓർ ഓഫർ ഫോർ സെയിൽ ഓഫ് ഡിസ്ട്രിബ്യൂട്ട് ഡ്രഗ്സ് സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ C1 ഷാൽ ബി ഇഷ്യൂഡ് ഇൻ ദ ഫോം. 62ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 21A. 63. ദ ഡ്രഗ് ഓഫ് ക്ലോഫാസിമിൻ കംസ് അണ്ടർ ദ ഷെഡ്യൂൾ. 63 ആൻസർ ഓപ്ഷൻ സി ആണ്, H1. 64. ദ പ്ലേസ് വെയർ ദ ലൈസൻസി എംപ്ലോയ് ദ സർവീസസ് ഓഫ് എ ക്വാളിഫൈഡ് പേഴ്സൺ ബട്ട് ഡ്രഗ്സ് ആർ നോട്ട് കോമ്പൗണ്ടഡ് ആർ കോൾഡ്. 64ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, കെമിസിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ്. 65. ദ ER 1991 പ്രിസ്ക്രൈബ് പ്രാക്ടിക്കൽ ട്രെയിനിങ് ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് ദ ഫാർമസിസ്റ്റ് ഈസ്. 65 ഓപ്ഷൻ എ 500 hours.
66-ാമത് ചോദ്യം, ഫാർമസി ഇൻസ്പെക്ടേഴ്സ് ആർ അപ്പോയിൻറ്റഡ് ബൈ. ഓപ്ഷൻ ബി സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ. ഹൂ among the given is not the common member of the PCI and DTAB? ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, ഡയറക്ടർ CDRI. 68-ാമത് ചോദ്യം, ദ ഷെഡ്യൂൾ ഓഫ് ദ ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് ആക്ട് 1954 ഇൻക്ലൂഡ് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഡിസീസസ്? ഓപ്ഷൻസ് ഡ്രോപ്സി, ഡയബറ്റീസ്, ബ്രൈറ്റ് ഡിസീസ്, ഓൾ ഓഫ് ദി എബോവ്. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി എബോവ്. 69-ാമത് ചോദ്യം, എക്സാമ്പിൾ ഓഫ് ദി നാർക്കോട്ടിക് ഡ്രഗ്. നാർക്കോട്ടിക് ഡ്രഗിൻ്റെ എക്സാമ്പിൾ ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്ന ഓപ്ഷൻസിലൊന്നും ആൻസർ ഇല്ല. നൺ ഓഫ് ദി എബോവ് ആണ് ശരിയുത്തരം. 70-ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ്? തന്നിരിക്കുന്നതിൽ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ഏതാണ് ചോദ്യം? മാസിൻഡോൾ, മെതിപ്രിലോൺ, പെൻഡാസോസൈൻ, ഓൾ ഓഫ് ദി എബോവ്. ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി എബോവ് ആണ് ശരിയുത്തരം. 71-ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ദ സെയിൽസ് പ്രൊമോഷൻ? സെയിൽസ് പ്രൊമോഷന് വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡ് കൂപ്പൺ, ട്രേഡ് സ്റ്റാമ്പ്, ഫ്രീ സാമ്പിൾ, ഓൾ ഓഫ് ദി എബോവ്. ശരിയുത്തരം ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോവ്. 72-ാമത്തെ ചോദ്യം, ബി കാറ്റഗറി ഐറ്റംസ് റെപ്രസെൻറ്റ് വിച്ച് ഓഫ് ദി ഫോളോവിങ് മണി വാല്യൂ? 72 ഓപ്ഷൻ ബി ആണ്, 15-20%. 73-ാമത്തെ ചോദ്യം, എ മെത്തേഡ് ഓഫ് റെക്കോർഡിംഗ് സ്റ്റോർ ബാലൻസസ് ആഫ്റ്റർ എവറി റെസിപ്പിയൻറ്റ് ആൻഡ് ഇഷ്യൂ ടു ഫെസിലിറ്റേറ്റ് റെഗുലർ ചെക്കിംഗ് ആൻഡ് ടു ഒബ്യുവേറ്റ് ക്ലോസിംഗ് ഡൗൺ സ്റ്റോക്ക് ടേക്കിങ്സ്. 73 ആൻസർ ഓപ്ഷൻ സി ആണ്, പെർപെക്ച്വൽ ഇൻവെൻട്രി കൺട്രോൾ. 74, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എസെൻഷ്യൽ ക്വാളിറ്റീസ് ഓഫ് ദ സെയിൽസ്മാൻ? 74 ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി എബോവ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് ഓപ്ഷൻസ്? മോറൽ, വൊക്കേഷണൽ ആൻഡ് മെൻ്റൽ. 75-ാമത്തെ ചോദ്യം, ദ സ്ക്രാപ്പ് വിച്ച് ക്യാൻ ബി ആൻറ്റിസിപ്പേറ്റഡ് ഡ്യൂറിങ് മാനുഫാക്ചറിങ് ഈസ് കോൾഡ്? 75 സി ആണ്, ലെജിറ്റിമേറ്റ് സ്ക്രാപ്പാണ് ശരിയുത്തരം. 76, മിക്സഡ് ബാങ്ക് ഈസ് എ കോമ്പിനേഷൻ ഓഫ്? 76 ബി ആണ് ശരിയുത്തരം, ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്. മിക്സഡ് ബാങ്ക് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ദി ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്. 77-ാമത്തെ ചോദ്യം, ഗിവൺ ഇൻ ദ ഫോളോയിങ് ആർ ദ സോഴ്സസ് ഓഫ് ദി പ്രൈമറി ഡേറ്റ എക്സെപ്റ്റ്? ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, ട്രേഡ് അസോസിയേഷൻസ് ആണ് ശരിയുത്തരം. 78, ദ മിനിമം ഏരിയ റിക്വയർഡ് ടു ഓപ്പൺ എ ഹോൾസെയിൽ ഡ്രഗ് സ്റ്റോർ ഈസ്? ഒരു ഹോൾസെയിൽ ഡ്രഗ് സ്റ്റോർ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള മിനിമം ഏരിയ ആണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം, 108 സ്ക്വയർ ഫീറ്റ്. 79, ദ ടെൻഡർ ഇഷ്യൂഡ് ഓൺലി ഇൻ ദോസ് കേസസ് വെയർ ആൻ ഐറ്റം ഓഫ് ദി പ്രൊപ്രിയേറ്ററി നേച്ചർ ഓർ വെയർ ദ റിപ്പറ്റേറ്റീവ് ഓർഡർ ഈസ് ടു ബി ഇഷ്യൂഡ് ഇൻ ഷോർട്ട് പീരീഡ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, സിംഗിൾ ടെൻഡർ. 80-ാമത്തെ ചോദ്യം, ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസ് വിച്ച് പ്രൊവൈഡ് ഫണ്ട്സ് ടു ദ കമ്പനി ഓൺ ലോൺ ബേസിസ് റാദർ ദാൻ ക്യാപിറ്റൽ ബേസിസ് ഈസ് കോൾഡ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഡിബെഞ്ചേഴ്സ്. ഡിബെഞ്ചേഴ്സ് ആണ് ശരിയുത്തരം, ഓപ്ഷൻ എ ഡിബെഞ്ചേഴ്സ്. 81, അക്കോർഡിംഗ് ടു ദ ഇന്ത്യൻ ഫാർമക്കോപ്പിയ ദ സ്റ്റോറേജ് കണ്ടീഷൻ സ്റ്റോർ ഇൻ റെഫ്രിജറേറ്റർ മീൻസ് സ്റ്റോർ ബിറ്റ്വീൻ? 81 ഡി ആണ്, 2 to 8 ഡിഗ്രി. 82-ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ദി ലൂമിനസ് അമിയോബയോസൈറ്റ് ലൈസേറ്റ് LAL ടെസ്റ്റ് ഫോർ പൈറോജൻ? 82-ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, കൊയാഗുലേഷൻ ആണ് ശരിയുത്തരം. 83, ഹൂ ഈസ് ദ സെക്രട്ടറി ഓഫ് ദി ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി PTC? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ദ ചീഫ് ഫാർമസിസ്റ്റ്. ചീഫ് ഫാർമസിസ്റ്റ് ആണ് ശരിയുത്തരം. 84, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്ലാസ് കണ്ടെയ്നർ ഹാസ് ഹൈ ഹൈഡ്രോളിറ്റിക് റെസിസ്റ്റൻസ് ആൻഡ് എ ഹൈ തെർമൽ ഷോക്ക് റെസിസ്റ്റൻസ്?
84 എ ആണ് ശരി ഉത്തരം. ടൈപ്പ് 1 ഗ്ലാസ്. 85 ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് HEPA ഫിൽറ്റർ. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇറ്റ് ഹാസ് എ എഫിഷ്യൻസി ഓഫ് റിമൂവിങ് 100% ഓഫ് ദ പാർട്ടിക്കിൾ ഓഫ് 0.3 MCM ഓർ ലാർജർ. 86 ദ വേർഡ് ആംബുലേറ്ററി കെയർ മീൻസ്. 86 ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ബോത്ത് എ ആൻഡ് ബി. അതായത് എമർജൻസി കെയറും വരുന്നുണ്ട്, ഔട്ട് പേഷ്യൻ്റ് കെയറും വരുന്നുണ്ട്. 87 ചോദ്യം. ദ ടൈം ടേക്കൻ ബിറ്റ്വീൻ പ്ലേസിംഗ് ഓഫ് ആൻ ഓർഡർ ആൻഡ് റിസീപ്യൻ്റ് ഓഫ് ഐറ്റം ഈസ് നോൺ ആസ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ലീഡ് ടൈം. 88 വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്രൈറ്റീരിയ ഷുഡ് ബി ടേക്കൺ ഇൻ ടു ദ കൺസിഡറേഷൻ ഫോർ ദി എൻട്രി ഓർ ഡിലീഷൻ ഓഫ് ഡ്രഗ്സ് ഇൻ ഹോസ്പിറ്റൽ ഫോർമുലേറ്ററി. ഇവിടെ ഓപ്ഷൻസ് നോക്കാം. ദ മാനുഫാക്ചറർ ഓഫ് ദ ഡ്രഗ് ഷുഡ് ഹാവ് ലൈസൻസ് അണ്ടർ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് റൂൾസ്. ദ ഡ്രഗ് മസ്റ്റ് ബി റെക്കഗ്നൈസ്ഡ് ബൈ ദി ഫാർമക്കോപ്പൊയ. ദ ഡ്രഗ് ഷുഡ് നോട്ട് ഹാവ് സീക്രട്ട് കോമ്പോസിഷൻ ആൻഡ് ഓൾ ഓഫ് ദി എബോ. ഇവിടെ ശരി ഉത്തരം വരേണ്ട ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദി എബോ. ദ അപ്രോപ്രിയേറ്റ് pH റേഞ്ച് ഓഫ് ദി ഒഫ്താൽമിക് പ്രിപ്പറേഷൻ ഈസ്. 89 ബി ആണ്. 6.5 to 8.5 ആണ് ശരി ഉത്തരം. 90 ദ പ്രോസസ് ദാറ്റ് എലിമിനേറ്റ് മെനി ഓർ ഓൾ പാത്തോജനിക് മൈക്രോ ഓർഗാനിസം എക്സെപ്റ്റ് ബാക്ടീരിയൽ സ്പോർസ് ഓൺ ഇൻആനിമേറ്റ് ഒബ്ജക്റ്റ് ഈസ് നോൺ ആസ്. 90 സി ആണ്. ഡിസ്ഇൻഫെക്ഷൻ ആണ് ശരി ഉത്തരം. 91 ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഫാറ്റൽ malformations are more if the drug given in which the following weeks of the pregnancy. 91 ബി ആണ്. between the 3rd and the 11th week. 92 red blood cells destruction can be triggered in the individual with the glucose 6-phosphate dehydrogenase G6PD deficiency by the following drugs except. 92 ആൻസർ വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്. ഡൈഫീനൈൽ ഡ്രാമീൻ ആണ് ശരി ഉത്തരം. 93 ചോദ്യം. വാട്ട് ആർ ദ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് ADRS. ഇവിടെ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. ദ നോക്സിയസ് ആൻഡ് അൺഇൻറ്റൻഡഡ് എഫക്റ്റ് ഓഫ് ഡ്രഗ്സ് വിച്ച് ഒക്കേഴ്സ് അറ്റ് നോർമൽ ഡോസസ്. 94 ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഏജൻറ്റ് ഈസ് ആൻ ഓപ്പിയോയിഡ് ആൻറ്റഗോണിസ്റ്റ്. 94 ആൻസർ ഓപ്ഷൻ ബി ആണ്. നാലോക്സോൺ. 95 വിച്ച് റൂട്ട് ഓഫ് ദ ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഈസ് മോസ്റ്റ് ലൈക്ലി ടു അണ്ടർഗോ ഫസ്റ്റ് പാസ് എഫക്റ്റ്. 95 ആൻസർ സി ആണ്. ഓറൽ. 96 വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡ്രഗ് ഈസ് യൂസ്ഡ് ആസ് ആൻ ആൻറ്റിഡോട്ട് ഓഫ് ദി ഓർഗാനോഫോസ്ഫറസ് പോയ്സണിങ്. 96 ആൻസർ ഓപ്ഷൻ ബി ആണ്. ആൻഡ്രോപൈൻ. 97 വാട്ട് ഈസ് എ നോർമൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽ റേഞ്ച്. 97 ആൻസർ ഓപ്ഷൻ എ ആണ്. 70 to 100 mg/dl. 98 ദ ഫോളോയിങ് ഫുഡ് സ്റ്റഫ്സ് ക്യാൻ കോസ് ഹൈപ്പർടെൻസീവ് ക്രൈസിസ് ഡ്യൂറിങ് നോൺ സെലക്റ്റീവ് മോണോ അമിനോ ഓക്സിഡേസ് MAO ഇൻഹിബിറ്റർ തെറാപ്പി. 98 ഓപ്ഷൻസ് ഏജ്ഡ് ചീസ്, റെഡ് വൈൻ, ചോക്ലേറ്റ്, ഓൾ ഓഫ് ദി എബോ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദി എബോ. 99 ചോദ്യം. ദ ഫോളോയിങ് ആർ ദ സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ദി ട്യൂബർകുലോസിസ് എക്സെപ്റ്റ്. 99 ആൻസർ ഓപ്ഷൻ സി ആണ്. മോർണിംഗ് സ്റ്റിഫ്നെസ്. അടുത്തത് 100 ചോദ്യം. അവസാനത്തെ ചോദ്യമാണ്. ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO പ്രോഗ്രാം ഫോർ ദ ഇൻ്റർനാഷണൽ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ മോണിറ്ററിംഗ് ഈസ് എ വേൾഡ് വൈഡ് കൊളാബറേഷൻ ഓഫ് മോർ ദാൻ 150 countries whose aims are the safer use of the medicine for the patient everywhere and building a global culture of patient safety. The monitoring center is situated at. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഉപ്സാലയാണ് ശരി ഉത്തരം. അപ്പോൾ നമ്മൾ 100 ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് എത്രയെന്ന് നോക്കുക. ഈ വീഡിയോ കൊണ്ടതിന് നന്ദി. തുടർന്നുള്ള വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്